ശരി, നിങ്ങളെല്ലാ സംശയവും ഇൻഷാല്ലാ ഞാൻ തീർത്തുതരാം. അതൊന്നും യാതൊരു ബേജാറുമില്ല. പക്ഷേ സംശയം നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ള കംപ്ലീറ്റ് പറയണമല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടല്ലേ, പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ ചോദിക്കുന്നതായിരിക്കുമല്ലോ നല്ലത്. അല്ലാതെ കാര്യങ്ങൾ ഭാഗികമാക്കി വിട്ടിട്ട് പിന്നെ നിങ്ങൾ ഇടയ്ക്കൊരു ചോദ്യം ചോദിച്ച് ഞാൻ മറുപടി പറഞ്ഞാൽ അവ്യക്തത കൂടുകയല്ലേ ചെയ്യാം. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഞാൻ ഇന്നലെ എടുത്തിട്ടുള്ള നിലപാട്. അഥവാ ഞാൻ ഇന്നലെ പെരുന്നാൾ എന്തുകൊണ്ട് ആഘോഷിച്ചു എന്നുള്ളതാണല്ലോ ചോദ്യം. അല്ലെങ്കിൽ എന്നെപ്പോലുള്ള ആൾക്കാർ ഇന്നലെ എന്തുകൊണ്ട് പെരുന്നാൾ ആഘോഷിച്ചു, അതിനെന്താ രേഖ എന്നാണല്ലോ ചോദ്യം. സ്വാഭാവികമായും അതിനുള്ള രേഖകൾ ആണ് ഞാനിവിടെ സമർപ്പിക്കുന്നത്. അത് ഖുർആനിൽ നിന്നുള്ള ആയത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരണം, ആ വിശദീകരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉലമാക്കന്മാർ പറഞ്ഞത്, അങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ എൻ്റെ സ്വന്തമായി യുക്തിക്കോ ന്യായത്തിനോ ഇവിടെ ഒരു പ്രസക്തിയുമില്ല. ഇനി ഞാൻ ഇമാമിയങ്ങൾ ഉദ്ധരിക്കാൻ തൊട്ട് മേലെ കൊടുത്ത് നോക്കുക. അമ്മ മദ്ഹബു മാലിക്, ഇത് ഇമാം തൊബരിയുടെ തഫ്സീറിൽ മമൻ ഷഹിദ മിൻകും അശ്ശഹ്റ ഫൽ യസുംഹു എന്ന് പറഞ്ഞിട്ടുള്ള ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഉലമാക്കന്മാരെ അദ്ദേഹം ഉദ്ധരിക്കാൻ. അദ്ദേഹം ഏത് വീക്ഷണക്കാരനാണെന്നുള്ള പ്രശ്നമല്ല. അദ്ദേഹം ഒരുപക്ഷെ മൊത്തലെ അംഗീകരിക്കുന്ന ആളായിരിക്കാം, അല്ലാതിരിക്കാം, അതല്ല വിഷയം. അദ്ദേഹം ഈ വിഷയത്തിൽ പണ്ഡിതന്മാരെ ഉദ്ധരിക്കുന്നു. ഒന്നാമത്തത് ഇമാം മാലിക്, അമ്മ മദ്ഹബ് മാലിക് റഹിമഹുല്ലാ ഫി ഹാദിഹിൽ മസല, ഈ ഹിലാൽ സ്ഥിരപ്പെടുന്ന മസലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇമാം മാലിക്കിന്റെ നിലപാട് എന്താണ്? ഫറവാ ഇബ്നു വഹബ് വബ്നുൽ ഖാസിം അൻഹു, ഇബ്നു വഹബും ഇബ്നുൽ ഖാസിമും അദ്ദേഹത്തിൽ നിന്ന് റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഫിൽ മജ്മുഅത്തി, മജ്മുഇൽ, അന്ന അഹ്ലൽ ബസറ, ബസറക്കാരായ ആളുകൾ, ഇദാ റഔ ഹിലാല റമദാൻ, റമദാൻ മാസം അവർ കണ്ടാൽ, സുമ്മ ബലഗ ദാലിക ഇലാ അഹ്ലിൽ കൂഫ, പിന്നെ ബസറക്കാർ കണ്ട വിവരം കൂഫയിലെത്തിയാൽ, വൽ മദീന വൽ യമൻ, മദീനയിലും യമനിലും എത്തിയാൽ, അന്നഹു യൽസമുഹും സിയാം, അവർക്ക് നോമ്പ് നിർബന്ധമായി. ഐ ഖലാ അവിൽ ഖലാ ഇദാ ഇൻ ഫാത്ത അല്ലദാ, അവർക്ക് സമയത്തിന് നോൽക്കാൻ കഴിയാത്ത, നഷ്ടപ്പെട്ടു പോയവരാണെങ്കിൽ എന്ത് ചെയ്യണം? അവരത് കളാ വീട്ടുകയും വേണം. വേണ്ട. അപ്പൊ ഈ പറഞ്ഞ ഒരൊറ്റ കാഴ്ച കൊണ്ട് തന്നെ അത് ആ വിവരം എത്തുക എന്നുള്ള പ്രശ്നം. സുമ്മ ബലഗ ദാലിക, പിന്നെ ആ വിവരം കൂഫയിൽ കണ്ടു എന്നുള്ള വിവരം മറ്റവർക്ക് എത്തിക്കഴിഞ്ഞാൽ മറ്റവർക്ക് ബാധകമായി എന്നതാണ്. ഇവിടെ മത്ലഉൽ ഹിലാൽ എന്ന് പറയുന്നൊരു വിഷയം ഇല്ല. ഇനി അതേ തഫ്സീറിൽ തന്നെ ദക്കറ അൽഖിയ അത്തൊബരി ഫി കിതാബിഹി അഹ്കാമുൽ ഖുർആൻ, അഹ്കാമുൽ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇൽഖിയ അത്തൊബരി, അദ്ദേഹം ഒരു ശാഫിഈ പണ്ഡിതനാണ്. ഞാൻ പരിശോധിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് എന്ത്? വാജ്മ അസ്ഹാബു അനി അബി ഹനീഫ, അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുള്ളയുടെ അസ്ഹാബുകൾ അജ്മ ഏകോപിച്ചിരിക്കുന്നു, അല അന്നഹു ഇദാ സാമ അഹ്ലു ബലദിൻ, ഒരു നാട്ടുകാരായ ആൾക്കാർ നോമ്പ് നോറ്റു, സലാതീന യൗമൻ ലിറുയത്തി, ഒരു റുയത്തിന്റെ അടിസ്ഥാനത്തിൽ 30 ദിവസം നോമ്പ് നോറ്റാൽ, ഒരു നാട്ടുകാർ നോറ്റാലേ, വഅഹ്ലു ബലദിൻ തിസ്അതുൻ വഇശ്രീന യൗമൻ, മറ്റൊരു നാട്ടുകാർക്ക് 29 ആയിട്ടുള്ളൂ എങ്കിൽ, അന്ന അലല്ലദീ സാമു തിസ്അതൻ വഇശ്രീൻ യൗമൻ, 29 നോറ്റവരായ ആളുകൾക്ക് ഉണ്ട്, അവരുടെ മേൽ ബാധ്യത ഉണ്ട്, യൗമൻ ഖലാ യൗമിൻ, ഒരു ദിവസത്തെ നോമ്പ് എന്ത് ചെയ്യണം? ഖലാ വീട്ടണം എന്ന് പറയുന്നുണ്ട്. വഅസ്ഹാബു ശാഫിഈ ലാ യറൗന ദാലിക്, എന്നാൽ ശാഫി മദ്ഹബുകാർ അത് കാണുന്നില്ല. അവർ പറയുന്നത് ഇദാ കാനത്തിൽ മത്താലിയു ഫിൽ ബുൽദാനി ഇദാ കാനത്തിൽ മത്താലിയു ഫിൽ ബലദാനി, രണ്ട് നാട്ടുകളിലെയും മത്ലബ് ഒന്നാണെങ്കിൽ, യജൂസു അൻ തഖ്ത അല്ല ഇദാ കാനത്തിൽ മത്താലിയു ഫിൽ ബുൽദാനി യജൂസു അൻ തഖ്തലിഫ, ആ മത്ലബുകൾ വ്യത്യാസപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് എന്തില്ല, ഓരോ നാട്ടുകാർക്കും ഓരോ കാഴ്ച മതി, അവർക്ക് അതനുസരിച്ച് പോയാൽ മതി, ഒരു കൂട്ടരുടെ മറ്റേ നോക്കേണ്ടതില്ല. ഹുജ്ജത്തു അസ്ഹാബി അബി ഹനീഫ ഖൗലുഹു തആല, അസ്ഹാബ് അബൂ ഹനീഫയുടെ അസ്ഹാബിന്റെ തെളിവെന്താ വെച്ചാൽ, വലി തുക്മുലുൽ ഉദ്ദത എന്നുള്ള ആയത്താണ്. സബത ബി റുയത്തി അഹ്ലി ബലദിൻ, ഒരു നാട്ടുകാരുടെ കാഴ്ച കൊണ്ട് കാര്യം സ്ഥിരീകരിക്കപ്പെട്ടു, അന്നൽ ഇദ്ദത സലാസൂൻ, അത് എണ്ണം 30 എന്ന് ആ കാഴ്ച കൊണ്ട് മനസ്സിലാക്കിയാൽ, ഫവജബ അല ഹൗലായി ഇക്മാലുഹ, 29 നോറ്റവര് 30 പൂർത്തിയാക്കൽ ഓൽക്ക് ബാധ്യതയായി എന്നാണ്. ഇതൊക്കെയാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. അപ്പോൾ ഒറ്റ കാഴ്ച, ആ കാഴ്ച എത്തുന്നവർക്കൊക്കെ അത് ബാധകമാവുക എന്നതാണ് അടിസ്ഥാന നിയമം. അടിവരായിട്ട് മനസ്സിലാക്കണം. അടിസ്ഥാന നിയമം അതാണ്. അങ്ങനെയാണ് പണ്ഡിതന്മാരൊക്കെ കണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സൗദി അറേബ്യയിൽ
ഇന്നലെ കണ്ടിട്ടുള്ള മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ ലോകത്ത് 85ഓളം രാജ്യങ്ങളിൽ പെരുന്നാൾ ആഘോഷിച്ചപ്പോൾ ആ കൂട്ടത്തിൽ നമ്മളും പെരുന്നാൾ ആഘോഷിച്ചു. അതിലെന്താണ് അപാകത എന്നുള്ളതാണ് ഇനി നിങ്ങൾ പറയേണ്ടത്. നമ്മൾ ചെയ്ത ഒരു ഹിമാലയം അബദ്ധമാണ്, അല്ലെങ്കിൽ കുറ്റമാണ്, തെറ്റാണെങ്കിൽ ഇന്ന കാരണത്താൽ നിങ്ങൾ ചെയ്തത് അബദ്ധമാണ്, അത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ് ഇനി വേണ്ടത്. ഇവിടെ എനിക്ക് പറയാനുള്ളത് അൽ മദാഹിബുൽ അർബ, 4 മദ്ഹബുകളുടെ വീക്ഷണത്തിൽ താങ്കൾ ഇവിടെ കൊടുത്ത ഈ പാരഗ്രാഫിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഈ പാരഗ്രാഫിൽ പറയുന്ന വിഷയത്തിൽ നിന്ന് അണുകിട വിസ്ഡം വിഭാഗം പിന്നോട്ട് പോയിട്ടില്ല. ഈ പറഞ്ഞ അതേ രൂപത്തിലാണ് വിസ്ഡം പണ്ഡിതന്മാർ ഈ കാര്യം കൈകാര്യം ചെയ്യുന്നത്. ഇദാ സബത്തത്ത് റുഅ്യത്തുൽ ഹിലാലി ബിഖുത്രിൻ മിനൽ അഖ്താരി വജബ സൗമു അലാ സായിരിൽ അഖ്താർ. നിങ്ങൾ പറഞ്ഞത് തന്നെ അർത്ഥം പ്രകാരം തന്നെ നമുക്ക് എടുക്കാം. ഒരു പ്രവിശ്യയിൽ, ഒരു ഉപഭൂഖണ്ഡത്തിൽ എവിടെയെങ്കിലും ഒരു മാസം കണ്ടാൽ മറ്റുള്ള രാജ്യങ്ങൾക്കും പ്രവിശ്യകൾക്കും നോമ്പെടുക്കൽ നിർബന്ധമാണ്. ഓക്കെ, ലാ ഫർഖ ബൈനൽ ഖരീബി മിൻ ജിഹത്തി സുബൂത്തി വൽ ബഈദ്. അത് ഫർക്കില്ല, വ്യത്യാസമില്ല. ബൈനൽ ഖരീബി, അടുത്തുള്ളതോ അകലെയുള്ളതോ എന്ന വ്യത്യാസമില്ല. അത് സ്ഥിരീകരിക്കപ്പെടുന്ന മാർഗം. ഇത് മാസം കണ്ട വിഷയത്തിൽ ആ പ്രവിശ്യയിലെ, ആ ഉപഭൂഖണ്ഡത്തിലെ മുസ്ലിം കാദിമാർ, ജഡ്ജിമാർ തീരുമാനമെടുത്താൽ അത് സ്വീകരിക്കൽ, അംഗീകരിക്കൽ എല്ലാവർക്കും നിർബന്ധമാണ്. അതുകൊണ്ടാണ് സൗദി അറേബ്യ എന്ന രാജ്യത്ത് മാസം കണ്ടപ്പോൾ അറബ് ലോകം, ഒമാൻ ഒഴികെ എല്ലാ ഉപഭൂഖണ്ഡത്തിലെയും എല്ലാ പ്രവിശ്യയിലെയും കാദിമാർ അംഗീകരിക്കുകയും ആ രാജ്യത്ത് മുസ്ലിമീങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്തത് അതുകൊണ്ടാണ്. എന്നാൽ ഒമാൻ വിട്ടു നിന്നു. അത് പിന്നെ വേറൊരു മദ്ഹബിന്റെ ആളുകളാണ്. അവർ ഏതോ ഒരു മദ്ഹബിനെ പിൻപറ്റുന്നവരാണ്. അത് മദ്ഹബ് നിങ്ങൾക്കറിയാലോ, മദ്ഹബിൽ അന്ധമായി സ്വീകരിച്ചാൽ പിന്നെ രക്ഷയില്ല. തഖ്ലീദ് ചെയ്യുന്നവരോട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ മുജാഹിദുകൾ ആരെയും തഖ്ലീദ് ചെയ്യുന്നില്ല, ഒരു പണ്ഡിതനെയും തഖ്ലീദ് ചെയ്യുന്നില്ല. ഇവിടെ പറയുന്നത് മാസം, റസൂലുള്ളാഹിയുടെ ഹദീസാണ്, മാസം കണ്ടാൽ നിങ്ങൾ നോമ്പെടുക്കുക, മാസം കണ്ടാൽ നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുക. സൗദി അറേബ്യയിൽ മാസം കണ്ടു, ആ രാജ്യത്ത് കണ്ടത് മറ്റുള്ള ഉപഭൂഖണ്ഡങ്ങളിൽ, പ്രവിശ്യകളിൽ, രാജ്യങ്ങളിലൊക്കെ അവിടെയുള്ള മുസ്ലിം ഉമ്മത്ത് ഇജ്മായി അംഗീകരിക്കുകയും ആ രാജ്യത്തെ കാദിമാർ അംഗീകരിക്കുകയും ചെയ്താൽ ആ രാജ്യത്തെ മുസ്ലിമീങ്ങൾ സ്വീകരിക്കുന്ന പിന്നെ പെരുന്നാൾ ആഘോഷിക്കൽ നിർബന്ധമാണ്. അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഇതാ ബലഗഹും മിൻ തരീഖിൻ മൂജിബിൻ ലിസൗം, നോമ്പ് നിർബന്ധമാക്കുന്ന മാർഗത്തിലൂടെ അവർക്ക് ആ വിവരം, സുബൂത്ത്, മാസം കണ്ടു എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരിക്കലും എതിർ പ്രവർത്തിക്കാൻ പാടില്ല. ഒലാ ഇബ്റത ബി ഇഖ്തിലാഫി മത്ലഅൽ ഹിലാലി മുത്ലഖൻ, അവിടെ മാസം കണ്ടോ ഇല്ലേ എന്നുള്ളത് ഒരു വിഷയമേ അല്ല. അങ്ങോട്ട് ആ അഭിപ്രായത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല എന്ന് ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ 3 മദ്ഹബിന്റെയും പണ്ഡിതന്മാർ അംഗീകരിക്കും. എന്നാൽ ഇമാം ഷാഫിയുടെ മദ്ഹബിൽ ഈ വിഷയത്തിൽ അല്പം വ്യത്യാസമുണ്ട്. അത് നിങ്ങൾ പറയും ചെയ്തു. പക്ഷെ ഇവിടെ നമ്മൾ നോക്കേണ്ടത് വിസ്ഡം വിഭാഗം പണ്ഡിതന്മാർ ഈ തത്വത്തെ അനുസരിച്ചുകൊണ്ട് ഇന്നലെ അവർ പെരുന്നാൾ ആഘോഷിച്ചിട്ടില്ല. ഇത് തെറ്റോ ശരിയോ? ശരിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തുകൊണ്ട്? കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത്, മുസ്ലിം കാദിമാർ ആ മാസം കാണാത്തതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലോ അല്ലെങ്കിൽ മറ്റ് അടുത്തുള്ള പ്രദേശങ്ങളിലോ എവിടെയും മാസം കാണാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പെരുന്നാൾ ആഘോഷിക്കാതിരുന്നത്. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്തു? സൗദി അറേബ്യയിൽ മാസം കണ്ടു, അതുകൊണ്ട് ഇവിടെ നിങ്ങൾ ആഘോഷിച്ചു പെരുന്നാൾ. പക്ഷെ അത് മുസ്ലിം ഉമ്മത്തിന്റെ ഇജ്മാ, കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ ഇജ്മാ ഇല്ല. സൗദി അറേബ്യയിലെ മുസ്ലിം ഉമ്മത്തിന്റെ ഇജ്മാ നിങ്ങൾ സ്വീകരിക്കുന്നത്, അത് പറ്റുമോ? ഇവിടെ എന്താ നേരത്തെ ഞാൻ പറഞ്ഞത്? ഹദീസ് എന്താ പറഞ്ഞത്? ജനങ്ങൾ നോമ്പെടുക്കുമ്പോൾ നിങ്ങൾ നോമ്പെടുക്കുക, ജനങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുക. ഈ ഹദീസിനെതിരല്ല നിങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ വ്യാഖ്യാനിക്കുന്ന ഈ മദ്ഹബുകളുടെ അടിസ്ഥാനത്തിലും നിങ്ങളുടെ വാദത്തിന് തെളിവില്ല. നിങ്ങൾ ഇന്നലെ ചെയ്ത ആ പ്രവൃത്തിക്ക് തെളിവില്ല എന്ന് തന്നെയാണ് ഈ ഉള്ളവൻ മനസ്സിലാക്കുന്നത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതാ സബത്തത്ത് സ്ഥിരീകരിക്കപ്പെട്ടാൽ എന്നാണ്. ഇതാ സബത്തത്ത് റുഅ്യത്തുൽ ഹിലാലി,
മാസം കണ്ടു എന്ന് സ്ഥിരീകരിക്കപ്പെട്ടാൽ, സൗദി അറേബ്യയിൽ മാസം കണ്ടു എന്ന് സ്ഥിരീകരിക്കപ്പെട്ടു, അതേ കാര്യം തന്നെ അടുത്തുള്ള പ്രവിശ്യകളിലും പ്രദേശങ്ങളിലും രാജ്യത്തും അവരും സ്വീകരിച്ചാൽ പിന്നെ ആ രാജ്യക്കാർ നോമ്പെടുക്കൽ അല്ലെങ്കിൽ പെരുന്നാൾ ആഘോഷിക്കൽ നിർബന്ധമാണ്. അതിനാണ് മുസ്ലിം ഉമ്മത്തിന്റെ ഇജ്മാ വേണം എന്ന് പറയുന്നത്. നിങ്ങൾ ഇന്നലെ ചെയ്തതിൽ മുസ്ലിം ഉമ്മത്തിന്റെ ഇജ്മാ ഇല്ല. നിങ്ങൾ ഇന്നലെ ഒറ്റപ്പെട്ടുകൊണ്ട് നിങ്ങൾ കുറച്ച് ആളുകൾ പെരുന്നാൾ ആഘോഷിച്ചു. എന്താ നിങ്ങൾ തെളിവ്? സൗദി അറേബ്യയിൽ മാസം കണ്ടിരിക്കുന്നു, ലോകത്ത് എവിടെയെങ്കിലും മാസം കണ്ടാൽ മതി. പക്ഷേ അത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇതാ സബത്തത്തായിരിക്കണ്ടേ, സുബൂത്തായിരിക്കണ്ടേ? സുബൂത്തില്ലാതെ എങ്ങനെയാണ് നിങ്ങൾ ഒറ്റപ്പെട്ടുകൊണ്ട് ഒരു ന്യൂനപക്ഷം സ്വീകരിക്കുക? അത് ഹദീസിനെതിരല്ലേ? ഹദീസിൽ പറഞ്ഞ് നിങ്ങൾ ജനങ്ങൾ, ആ രാജ്യത്തെ ജനങ്ങൾ നോമ്പെടുക്കുമ്പോൾ അവരോടൊപ്പം ചേർന്നുകൊണ്ട് നിങ്ങൾ നോമ്പെടുക്കുക, പെരുന്നാൾ ആഘോഷിക്കുക എന്നുള്ളതിന് അതിനെതിരെ വിരുദ്ധമല്ലേ നിങ്ങൾ ചെയ്തത്? നിങ്ങൾക്ക് എന്തുകൊണ്ട് വിസ്ഡം വിഭാഗത്തെ അംഗീകരിച്ചുകൊണ്ട് ഇന്നലെ നോമ്പന് പെരുന്നാൾ ആഘോഷിക്കാത്തതുപോലെ നിങ്ങൾക്കും എന്തുകൊണ്ട് ചെയ്യാൻ സാധിച്ചില്ല? കാരണം നിങ്ങൾക്ക് അന്ധമായ വിരോധമാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് സലഫി ബഷീർ സലഫി അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മറിച്ച് നിങ്ങൾ ഇവിടെ പ്രതിനിധാനം ചെയ്യുന്ന നിങ്ങളുടെ ആളുകൾ, നിങ്ങൾ തന്നെ 2-3 ഗ്രൂപ്പ് ഉണ്ട്, ഇരിക്കട്ടെ. അബ്ദുൾ റഊഫ് നദവിയുടെ ഗ്രൂപ്പ്, പിന്നെ നിങ്ങളുടെ ഗ്രൂപ്പ്, പിന്നെ വേറെ മെഹ്സിൻ നൈദീദിന്റെ വേറൊരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പ് എനിക്കറിയില്ല, എന്തുവാട്ടെ, ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഞാൻ പറയുന്നത്, നിങ്ങൾ കുറച്ച് ആളുകൾ വിസ്ഡത്തിനോടുള്ള വിരോധം തീർക്കാൻ അല്ലെങ്കിൽ അവരുമായി അകന്നു നിൽക്കാൻ നിങ്ങൾ വേറിട്ട് നിൽക്കുകയാണ് ചെയ്തത്. ഇത് ശരിയല്ല എന്നാണ് ഈ ഉള്ളവൻ പറയുന്നത്. എന്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ആ ചെയ്തത്, നിങ്ങൾ എന്താ ചെയ്യുന്നത്? വിസ്ഡത്തിനോട് അനുകൂലിച്ചുകൊണ്ട്, വിസ്ഡത്തെ അംഗീകരിച്ചുകൊണ്ട്, അവരോടൊപ്പം ചേർന്നുകൊണ്ട് മുജാഹിദുകൾ ഒറ്റക്കെട്ടായി കേൾക്കുകയാണ് വേണ്ടത്. മർക്കസ് ദേവക്കാർ പോലും ഇന്നലെ എന്ത് ചെയ്ത് പരസ്യമായിട്ട് അവർ ആഘോഷിച്ചിട്ടില്ല, പെരുന്നാൾ ആഘോഷിച്ചിട്ടില്ല. കാരണം എന്താ? അവർക്കും അറിയാം ഇത് ചെയ്യുന്നത് അവരെ മനസ്സാക്ഷിക്ക് തന്നെ അവരെ എതിരാണ് ചെയ്യുന്നത്. അവർക്ക് തന്നെ അറിയാം, മനസ്സാക്ഷി കുത്തേണ്ടവർക്ക്. ശരിക്കും അവർ ഇന്നലെ പെരുന്നാൾ ആഘോഷിക്കേണ്ടതാണ്. പക്ഷെ എവിടെ ഒറ്റപ്പെട്ട സ്ഥലത്ത് മാത്രം കുറച്ച് അതിതീവ്രതയുള്ള ആളുകൾ ചെയ്തു എന്നല്ലാതെ അവര് പരസ്യമായിട്ട് ചെയ്തിട്ടില്ല അത്രത്തോളം. പക്ഷെ അതിൽ നിന്നും നിങ്ങൾ വ്യത്യസ്തമായിട്ട് എന്തോ ആരോടോ ഉള്ള ഒരു വൈരാഗ്യം തീർക്കുന്നത് പോലെയുള്ള ഒരു പ്രവർത്തനമാണ് ഇന്നലെ നിങ്ങൾ പ്രകടിപ്പിച്ചത്. അത് ശരിയായില്ല, ശരിയായില്ല, ശരിയായില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. താങ്കൾ പറയുന്നത് ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹിയുടെ മജ്മുഉൽ ഫതാവയിൽ നിന്ന് എടുത്തുദ്ധരിക്കുന്ന ചോദ്യത്തിനുള്ള ഒരു ഫത്വയാണ്. മജ്മുഉൽ ഫതാവ ഇഅ്തിമാദുർ റുഅ്യ വഅദ്മു ഇഅ്തിബാർ ഇഖ്തിലാഫിൽ മതാലി വഅദ്മു ഇഅ്തിബാർ ഇഖ്തിലാഫിൽ മതാലി. ചന്ദ്രോദയ സ്ഥാനത്തിൽ വരുന്ന വ്യത്യാസവും ആ കാഴ്ചയെ അടിസ്ഥാനപ്പെടുത്തി അംഗീകരിക്കുന്നതിൽ പറയുന്ന നിയമവും, ഇതാണ് വിഷയം. കാഴ്ചയെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ എങ്ങനെയാണ് നോമ്പും പെരുന്നാളും ആഘോഷിക്കേണ്ടത്? അതാണ് ചോദ്യം. കൈഫ യസൂമുൻ നാസു, എങ്ങനെയാണ് ജനങ്ങൾ നോമ്പെടുക്കേണ്ടത്? ഇദഖ്തുലിഫത് അൽ മതാലി, ഈ ചന്ദ്രോദയ സ്ഥാനം വ്യത്യസ്തമായാൽ, കേരളത്തിൽ കേരളത്തിനെടുക്കാം, കേരളത്തിൽ ചന്ദ്രപ്രഭി ദൃശ്യമായില്ല, എന്നാൽ സൗദി അറേബ്യയിൽ ദൃശ്യമാവുകയും ചെയ്തു. എങ്കിൽ എന്ത് ചെയ്യണം? വഹൽ യൽസമു അഹ്ലുൽ ബിലാദിൽ ബഈദ കഅംരിക വഅസ്ട്രേലിയ അൻ യസൂമു അലാ റുയതി അഹ്ലിൽ മംലക്കത്തിൽ അറബിയ ലിഅന്നഹും ലാ യതറാഊനൽ ഹിലാൽ. അപ്പൊ മാസം അവിടെ കണ്ടിട്ടില്ല, കണ്ട രാജ്യം വേറെയാണ്. എങ്ങനെയാണ് നോമ്പ് പെരുന്നാളും ആഘോഷിക്കേണ്ടത്? ഉത്തരം എന്താണ് പറയുന്നത്? അസ്സവാബ് ഇഅ്തിമാദുർ റുഅ്യ, കാഴ്ചയെ അംഗീകരിക്കണം. കാഴ്ചയെ അംഗീകരിക്കുക. ആ കാഴ്ചയെ അംഗീകരിക്കുന്ന സൗദി അറേബ്യയിൽ, ഉദാഹരണം സൗദി അറേബ്യയുടെ കാഴ്ചയെ അടുത്തുള്ള എല്ലാ അറബ് രാജ്യങ്ങളും അംഗീകരിക്കുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് ആ മതാലി, സൗദി അറേബ്യയിൽ കണ്ട ആ മതാലി അനുസരിച്ച് നോമ്പ് പെരുന്നാളും തീരുമാനിക്കാം. ഇതിലാർക്ക് തർക്കമുള്ളത്? ഇതിലാർക്ക് തർക്കമുണ്ടോ? കാരണം എന്താണ്? അവിടെ ഹദീസ് ഉദ്ധരിക്കുന്നത് അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമറ, നബി തങ്ങൾ കൽപ്പിച്ചു, കാഴ്ചയെ അംഗീകരിക്കണം, അവലംബമാക്കണം. ബിഇഅ്തിമാദിർ റുഅ്യ വലം യുഫസ്സിൽ ഫീ ദാലിക വദാലിക ഫീമാ സഹ അൻഹു അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല സൂമൂ ലിറുഅ്യതി വഅഫ്തിറൂ ലിറുഅ്യതി ഫഇൻ ഹും, നേരത്തെ പറഞ്ഞ ഫഇൻ ഹും അലൈക്കും ഫഅക്മിലുൽ ഇദ്ദത 30 മുത്തഫഖുൻ അലൈഹി.
ഇത് തന്നെ എല്ലാവർക്കും പറയാനുള്ളത്. കാഴ്ചയെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് നിങ്ങൾ ഇന്നലെ ആഘോഷിച്ചത്. നിങ്ങൾ ആരുടെ കാഴ്ചയാണ് നിങ്ങൾ അവലംബമാക്കിയത്? ഇതാണ് എന്റെ ചോദ്യം. കാഴ്ചയില്ലാതെ എങ്ങനെ നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കും? നിങ്ങൾ കേരളത്തിൽ എവിടെയും മാസപ്പിറവി ദൃശ്യമായിട്ടില്ല. അത് കേരളത്തിൽ എവിടെയും എഴുത്തിമതാക്കിയിട്ടില്ല. എഴുത്തിമാത് വേണ്ടേ? സലഫി, എഴുത്തിമാത് ഇല്ലാതെ എങ്ങനെയാണ് നിങ്ങൾ സ്വീകരിക്കുക? സൗദി അറേബ്യയിലെ റൂയത്തിനെ എഴുത്തിമാത് ചെയ്തുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് അടുത്തുള്ള എല്ലാ അറബ് പ്രദേശങ്ങളും നിങ്ങൾ പറഞ്ഞ പോലെ 85 രാജ്യങ്ങൾ അല്ലെങ്കിൽ 86 രാജ്യങ്ങളും ആ കാഴ്ചയെ ആ രാജ്യത്തുള്ള മുസ്ലിം ഉമ്മത്ത് ഇജുമായിട്ട് അംഗീകരിച്ചു, എഴുത്തിമാത് ചെയ്തു എങ്കിൽ അവർ നോമ്പെടുക്കാം. അവിടെ ഈ ചന്ദ്രപ്പിറവി ദൃശ്യമാകുന്നതിന്റെ ആ ചന്ദ്രോദയ സ്ഥാനത്തെ പരിഗണിക്കേണ്ടതില്ല. ആ രാജ്യത്ത് കാണണമെന്നില്ല എന്നർത്ഥം. ഇതിലാർക്ക് തർക്കമുണ്ടോ? ഇല്ല. കേരളത്തിൽ ദൃശ്യമായിട്ടില്ല. കേരളത്തിൽ സൗദി അറേബ്യയിൽ കണ്ടതിനെ കേരളത്തിലെ പണ്ഡിതന്മാർ മുസ്ലിം ഉമ്മത്ത് ഇജുമായിട്ട് അംഗീകരിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ നിങ്ങൾ സ്വീകരിക്കും? അതാ എന്റെ ചോദ്യം. നിങ്ങൾ ഈ പറഞ്ഞ ഫത്വയുടെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഈ നിങ്ങൾ പറയുന്ന ഈ ഫത്വകളിലോ നിങ്ങൾ കൊണ്ടുവരുന്ന ഹദീസുകളിലോ ഒരിക്കലും നിങ്ങൾക്ക് അനുകൂലമായിട്ടില്ല. നിങ്ങൾ ഇന്നലെ ചെയ്ത പ്രവർത്തിക്ക്, ആ ആചാരത്തിന്, അതായത് ആ ആഘോഷത്തിന് തെളിവില്ല. നേരെ നിങ്ങൾക്ക് പ്രതികൂലമായിട്ടും ഞങ്ങൾക്ക് അനുകൂലവുമാണത്. കാരണം ഞാൻ പറയപ്പോ കേരളത്തില് ഒരു മുജാഹിദ് മാസം കണ്ടു. മുജാഹിദ് ആയ ഒരാൾ മാസം കണ്ടിട്ട് അവിടുത്തെ കേരളത്തിലെ കാദിമാരോട് വിട്ട് പറഞ്ഞാൽ ആ കാദിമാർ അംഗീകരിക്കോ? ഇല്ല. എന്നാൽ പോലും മുജാഹിദ് കണ്ട ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആ കാദിമാർ അംഗീകരിക്കുന്നില്ലെങ്കിൽ പോലും അവരോടൊപ്പം തന്നെയാണ് നമ്മൾ ഈ വിഷയത്തിൽ കൂടിച്ചേരേണ്ടത്. നമ്മൾ സ്വന്തമായിട്ട് അവിടെ പെരുന്നാൾ ആഘോഷിക്കാൻ പാടില്ല. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട്. ഇത് തെറ്റോ ശരിയോ? ഒരു ന്യൂനപക്ഷം വേറിട്ടുന്നുകൊണ്ട് എന്തുകൊണ്ട് ഇന്ന് ഞങ്ങൾ എന്തുകൊണ്ടാണത്? കേരളത്തിൽ സമസ്തയുടെ ആലിമ്യങ്ങൾ പണ്ഡിതന്മാരാണ് അല്ലെങ്കിൽ കാദിമാരാണ് തീരുമാനിക്കുന്നവർ. കേരളത്തിൽ ഔദ്യോഗികമായി മാസപ്പിറവി തീരുമാനിക്കുന്നവർ ആരാണ്? മുജാഹിദുകളെല്ലാം. മറിച്ച് സമസ്തക്കാർ തന്നെയാണ്. അതാണ് അംഗീകൃതമായിട്ട് അവ അംഗീകരിക്കുന്നത്. അപ്പോ അവരുടെ കാഴ്ച അവലംബമാക്കിയിട്ട് കേരളത്തിൽ മാസപ്പിറവി തീരുമാനിച്ചാൽ അതിൽ നമ്മളും കൂടിച്ചേരണം. വെട്ട് എന്നുള്ള അത് സമസ്തക്കാർ പറഞ്ഞാൽ നമുക്ക് അവരെ സ്വീകാര്യമല്ല എന്ന് പറഞ്ഞ് വേറിട്ട് നിൽക്കാൻ പാടില്ല. കാരണം ഹദീസാണ്. ജനങ്ങൾ നോമ്പെടുക്കുമ്പോൾ നിങ്ങൾ നോമ്പെടുക്കുക. ജനങ്ങൾ ഉദ്ദേശിക്കുന്നത് മുസ്ലിമുകളാണല്ലോ. അല്ല, അവർ ഖുറാഫികളാണ് അല്ലെങ്കിൽ അവർ പിന്നെ ശിർക്ക് ചെയ്യുന്നവരാണ്. നമുക്കവരെ ബാധകമല്ല. ഞങ്ങൾ പ്രത്യേകമായിട്ട് ഈ വിഷയത്തിൽ അങ്ങനെ പറ്റില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് അവരുടെ കയ്യിലുള്ള കാലത്തോളം നമ്മൾ അവരെ മുസ്ലിമീങ്ങളായിട്ട് അംഗീകരിക്കുന്നു. മുസ്ലിം കാദിമാർ തന്നെയാണ്. അതുകൊണ്ട് ആ കാഴ്ച അടിസ്ഥാനത്തിൽ മാത്രമേ നമ്മൾ തീരുമാനിക്കാൻ പാടുള്ളൂ. അല്ലാതെ അതിപ്പോ കേരളത്തിലെ കാദിമാർ എല്ലാവരും കൂടി തീരുമാനിക്കുകയാണ് സൗദി അറേബ്യയിലെ ആ മാസപ്പിറവി അടിസ്ഥാനം നമുക്ക് പിന്നെ സ്വീകരിക്കാമെന്ന് എഴുത്തിമാത് ചെയ്തുകൊണ്ട് ആ റൂയത്തിനെ എഴുത്തിമാത് ചെയ്താൽ ലാ ശക്ക ഫീഹി നഹ്നു ഫീഹിം. ഓക്കെ. ഇനി എന്റെ ചോദ്യമാണ്, ഇബ്നു ബാസ് റഹിമഹുള്ളയെ ബേസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഫത്വ പറഞ്ഞുകൊണ്ട് മുകളിൽ നിങ്ങൾ 2-3 വോയിസ് വിട്ടിട്ടുണ്ട്. എന്നാൽ ഇബ്നു ബാസ് റഹിമഹുള്ള ഇതേ വിഷയത്തിൽ കൊടുത്ത ഈ ഫത്വയെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? ഇതാണ് എന്റെ ചോദ്യം. താങ്കളുടെ വാദത്തെ അടിസ്ഥാനപരമായി തകർക്കുന്ന രൂപത്തിലാണ് ഇവിടെ ഇബ്നു ബാസ് റഹിമഹുള്ള മറുപടി കൊടുക്കുന്നത്. അടിസ്ഥാനപരമായ നിങ്ങളുടെ വാദത്തെയാണ് ഇബ്നു ബാസ് റഹിമഹുള്ള ഖണ്ഡിക്കുന്നത്. ഇബ്നു ബാസ് റഹിമഹുള്ള പറയുകയാണ്, ഒരാൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടി പറയുകയാണ്. എന്താണ് ഇബ്നു ബാസ് റഹിമഹുള്ള പറയുന്നത്? ഒരാൾ വാദിക്കുകയാണ്. അപ്പൊ അമ്മാ ഖൗലു മൻ ഖാല, ഒരാൾ വാദിക്കുന്നു, ചോദിക്കുന്നു, പറയുന്നു, ഇന്നഹു യംബഗി അൻ യകൂനൽ മുഅ്തബിറു റുഅയത ഹിലാലി മക്ക ഖാസ, മക്കയിലെ മാസം കാണലാണ് പരിഗണിക്കേണ്ടത്. ലോകത്ത് നോമ്പും പെരുന്നാളും തീരുമാനിക്കണമെങ്കിൽ മക്കയിൽ മാസം കാണണം എന്നൊരാൾ വാദിച്ചാൽ, അതായത് നിങ്ങൾ പറയുന്ന അതേ വാദം തന്നെ, സൗദി അറേബ്യയിൽ മാസം കണ്ടാൽ മതി, ലോകത്തെ എല്ലാ സ്ഥലത്തും അത് അവർക്ക് ബാധകമാണ്, അത് അങ്ങനെയാണ് നോമ്പ് പെരുന്നാളും തീരുമാനിക്കേണ്ടത് എന്നൊരാൾ വാദിച്ചാൽ ഫലാ അസ്സുല ലഹു, അതിനൊരടിസ്ഥാനവുമില്ല, വലാ ദലീല അലൈഹി, അതിന്റെ മേലെ ഒരു തെളിവുമില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ വാദിച്ചാൽ
എന്ത് സംഭവിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. വയൽസിമു മിൻഹു അല്ലാ യജിബ സൗമു, നോമ്പ് നിർബന്ധമില്ല എന്ന് പറയൽ അനിവാര്യമായി തീരും. ആർക്ക്? മക്കയിൽ മാസം കണ്ടിട്ടില്ലെങ്കിൽ ലോകത്ത് ഉള്ള മറ്റ് പ്രദേശങ്ങളിൽ, രാജ്യങ്ങളിൽ എവിടെയും നോമ്പ് എടുക്കേണ്ടതില്ല എന്നൊരു വാദത്തിലേക്കാണ് എത്തിച്ചേരുക. ഇതാലം മിറൽ ഹിലാലു മക്ക, മക്കയിൽ മാസം കണ്ടിട്ടില്ലെങ്കിൽ ലോകത്തെവിടെയും പിന്നെ പെരുന്നാളുമില്ല നോമ്പുമില്ല എന്ന ഒരു വാദത്തിലേക്കാണ് എത്തിച്ചേരുക. ഇത് പാടില്ല, ഇങ്ങനെ ഒരു ബേസ് ഇല്ല, ഇങ്ങനെ ഒരു അടിസ്ഥാനമില്ല, ഇങ്ങനെ വാദിക്കാൻ ഒരു തെളിവുമില്ല എന്നാണ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറയുന്നത്. എന്തു പറയാനുണ്ട് താങ്കൾക്ക്? ഇന്നലെ താങ്കൾ ആഘോഷിച്ച പെരുന്നാൾ ആഘോഷത്തെ അടിമുടി ആക്ഷേപിച്ചുകൊണ്ടാണ് ഇവിടെ ഷെയ്ഖ് ബാസ് റഹിമഹുല്ലാഹ് ഫത്വ കൊടുക്കുന്നത്. ഈ ഫത്വയെ കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് എന്നാണ് എനിക്ക് അറിയേണ്ടത്. ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇനി അങ്ങോട്ട് പോകാം. അല്ലാതെ ഇനി എൻ്റെ വോയിസുകളെ നിങ്ങൾ ഖണ്ഡിക്കുകയാണെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. അത് മാത്രമേ പറയാനുള്ളൂ, പറഞ്ഞു തന്നെ ഞാൻ പറയുള്ളൂ. അപ്പൊ എൻ്റെ ഈ ചോദ്യത്തിന് താങ്കൾ മറുപടി പറയുക. ചോദ്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. അതായത് മക്കയിൽ മാസം കണ്ടാൽ മതി, ലോകത്തെല്ലാവിടെയും പെരുന്നാളും നോമ്പും ആഘോഷിക്കാം, പെരുന്നാള് ആഘോഷിക്കാം, നോമ്പെടുക്കാം എന്ന തീരുമാനം അത് അടിസ്ഥാനപരമായി തെറ്റാണ്. അതിനൊരു തെളിവുമില്ല, അതിനൊരു അടിസ്ഥാനവുമില്ല എന്നാണ് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറയുന്നത്. എന്ത് പറയാനുണ്ട് താങ്കൾക്ക് എന്നാണ് എൻ്റെ ചോദ്യം. ഇൻഷാ അല്ലാഹ് നമ്മളെ ബിലാച്ചേരി സാഹിബിൻ്റെ ഒരുപാട് വോയിസുകളിൽ ഒന്നും ഞാൻ കേട്ടിട്ടില്ല. ഞാൻ 1 by 1 കേൾക്കും. ഒന്നാമത്തെ മുതൽ കേട്ടിട്ട് മുഴുവൻ എണ്ണത്തിനും എന്താണ് അതിൽ വന്ന കാര്യം മുഴുവനും മറുപടി പറയാൻ പോവാണ് ഇൻഷാ അല്ലാഹ്. എനിക്ക് ചില ചോദ്യങ്ങൾ തിരിച്ചും ചോദിക്കേണ്ട, ഞാനത് ചോദിക്കുകയും ചെയ്യും. അപ്പോൾ എനിക്കൊരു യാത്ര ഉണ്ട്, യാത്രയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വരാം. അതിനിടയ്ക്ക് നമ്മൾ അഡ്മിന്മാരാരെങ്കിലുമൊക്കെ ഇടപെടട്ടെ, അമൽ സാഹിബ് ഒന്ന് ബന്ധപ്പെട്ടെ. ഇത് ഇങ്ങനെ ബെല്ലും ബ്രേക്കും ഇല്ലാതെ പോകാൻ പറ്റില്ല. ചർച്ചയ്ക്കൊരു ക്രമവും രീതിയും സ്വഭാവമൊക്കെ വേണമല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിലേ ഞാൻ സംസാരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് അവരൊന്ന് ഇടപെടുകയും ചെയ്യട്ടെ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം ഇൻഷാ അല്ലാഹ്. ഇനി വിലാച്ചേരി മോർ വോയിസ് വേണ്ടട്ടാ, ഞാനിട്ടതിന് മുകളിൽ ഇനിയും കുറേ വോയിസ് ഇടണ്ട. നിങ്ങൾ തന്നെ കുറേ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്, എന്നൊക്കെ ഞാൻ കേൾക്കട്ടെ. വാഹല്ലി റമളാന മൗസിമിൽ ഖൈറാത്തി മംബഇ നൂരില്ലാ നുവദ്ദിഉ ശഹ്റ സിയാമില്ലാ شهر المفاتيح شهر التراويح شهرا لتوبتنا إلى الله محوا لزلاتنا نلقي سلاما على شهر العفران مع دمع أعيننا نشيع شهر تلاوتنا جوعنا وصرنا عطاشا في الأيام روما لكأس الهنا من الله فوزا بفردوسنا أوقاتا ضيعنا أنوارا أطفأنا فاشفع يا شهر العينا إلى الله فينا لنيل المنى وفقنا لترحيب رمضان مرات في عيشنا ربنا رجاؤنا حسن الختام لنا واهن لرمضان موسم الخيرات منبع نور الله نودع شهر صيام الله. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.